ആ സ്ഥലത്തിന് 18 ലക്ഷം രൂപയും കന്യാകുമാരിയിലെ ടൂറിസ്റ്റിലെ കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് സെൻറ്റിന് 8 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുന്നു. ഇതൊന്നും ആരും NSS ചോദ്യം ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം കാണാത്ത വളരെ വികൃതമായ ഒരു മുഖം സുകുമാരൻ നായർക്കുണ്ട്. 5 നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നതാണ് NSSന്, 5ഉം പൂട്ടി. എന്തുകൊണ്ട്? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാം ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ മന്ത്രിയാണ്. നമസ്കാരം. മന്നൻ ജയന്തി ആഘോഷങ്ങൾ തുടങ്ങുവാൻ ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. എല്ലാ വർഷവും പെരുന്നയിലെ NSS ആസ്ഥാനത്ത് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ജനങ്ങളോട് സംവദിക്കാനെത്തും. എന്നാൽ ഇക്കുറി വിവാദങ്ങളാണ് ആദ്യമേ എത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ, അദ്ദേഹം ആരെങ്കിലും ഭയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇതേക്കുറിച്ച് വിശദമായി നമ്മോട് സംസാരിക്കാൻ അതിഥിയായി ചേരുന്നു അഡ്വക്കേറ്റ് TKG നായർ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം. താങ്കൾ മറുനാടൻ്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകരിൽ പലർക്കും താങ്കളെ അറിയാമായിരിക്കാം. എന്നിരുന്നാലും അറിയാത്ത ആൾക്കാർ കൂടെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് താങ്കളൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഞാൻ അഡ്വക്കേറ്റ് TKG നായർ. ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് NSSൻ്റെ പ്രവർത്തകനാണ്. NSSൻ്റെ പ്രതിസഭാ മെമ്പറായിരുന്നു, പത്തനംതിട്ട താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ ഞാൻ കുമ്പഴ ഭാരതകേസരി NSS കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം പത്തനംതിട്ട ബാറിൽ എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ താങ്കൾ NSSൻ്റെ ഒരു ഭാരവാഹി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ NSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കറക്റ്റായിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതായത് NSSൻ്റെ ആസ്ഥാനത്ത് നടക്കുന്ന മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ എല്ലാ വർഷവും വിശിഷ്ടാതിഥിയായിട്ട് അവർ ഒരു പ്രമുഖ വ്യക്തിത്വത്തെ കൊണ്ടുവരാറുണ്ട്. ഇക്കുറി കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലിനെ അറ്റോർണി ജനറൽ തന്നെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം വരാമെന്നേറ്റു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പിൻവാങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് പിന്നിൽ ചില BJP പ്രവർത്തകർ കേന്ദ്രത്തിന് കത്തയച്ചു എന്നും ആ കത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ആ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് NSS ആസ്ഥാനത്തെ ശ്രീ സുകുമാരൻ നായരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അദ്ദേഹത്തെ വിശിഷ്ട അതിഥിയായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ കത്തിൻ്റെ സാരാംശം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേൾക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ഒരു മന്നൻ ജയന്തി സമ്മേളനങ്ങൾ കാലാകാലങ്ങളിൽ അവിടെ ഒരുപാട് ധാരാളം പ്രഗത്ഭന്മാർ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്, വേദിയാണ്. ഈ വർഷം അറ്റോർണി ജനറലിനെ വിളിക്കാൻ ഒരു സുകുമാരൻ നായരുടെ ഒരു ഗൂഢോദ്ദേശമുണ്ട്. 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുകുമാരൻ നായർ വളരെ ഗുരുതരമായ കമ്പനി നിയമലംഘനങ്ങളുടെ പേരിൽ കേസുകൾ നേരിടുകയാണ്. കേരള ഹൈക്കോടതിയിൽ ഒട്ടനവധി കേസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സ്ഥാനം അയോഗ്യത ആകത്തക്ക രീതിയിലുള്ള കേസുകളാണ് കേരള ഹൈക്കോടതി നിലവിലുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് കൂടെ നിൽക്കുന്നവർ മാറിപ്പോകുന്നതെന്ന് അദ്ദേഹത്തിന് വലിയ നിശ്ചയമില്ല. അപ്പോൾ അവരെ കൂടെ നിർത്താനും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനും ഈ കേസ് ഒന്നുമല്ല, നമ്മുടെ അറ്റോർണി ജനറൽ നമ്മുടെ കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കേസിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവരെ ധരിപ്പിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഹൈക്കോടതി തീരുമാനമെടുത്താലും അങ്ങ് സുപ്രീം കോടതി ചെല്ലുകയാണെങ്കിൽ അവിടെ അറ്റോർണി ജനറൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അദ്ദേഹം ഞങ്ങളോടൊപ്പമാണ് എന്ന് ഇവിടുത്തെ കോടതികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ട് ഈ അറ്റോർണി ജനറലിനെ വിളിക്കുന്ന കാര്യം ഒരു റീസണായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു വിവാദം ഉയർത്തിക്കൊണ്ടിരുന്ന BJP നേതൃത്വത്തിൽ ചിലരാണ്. അവർ കേന്ദ്രത്തിന് കത്തയക്കുന്നു. ശ്രീ സുകുമാരൻ നായർ ഇദ്ദേഹത്തെ അറ്റോർണി ജനറലിനെ ഇവിടെ കൊണ്ടുവരുന്നതിന് പിന്നിൽ NSSൻ്റെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞിട്ട് BJP നേതൃത്വം കത്തയക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു സന്ദേശം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ BJP പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശത്തിൻ്റെ ഒരു രത്നം ചുരുക്കം വായിച്ചു കഴിഞ്ഞാൽ, എല്ലാ സമുദായങ്ങളോടും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും കൃത്യമായ സമദൂരം പാലിക്കുന്ന NSS എന്തുകൊണ്ട് കോൺഗ്രസിനോട് എപ്പോഴും ഒരു മൃദു സമീപനം, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറച്ചുകൂടെ അടുത്ത് നിർത്തുന്നു? സമുദായ അംഗമായ കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പോലും വിശിഷ്ടാതിഥിയായി ക്ഷണിക്കാതെ എന്തിന് അറ്റോർണി ജനറലിനും ക്ഷണിക്കണം? ഇതിന് പിന്നിൽ താല്പര്യമുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു മറുഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് NSS എന്ന് പറയുന്ന, അല്ലെങ്കിൽ NSSൻ്റെ സംഘടനാ നേതൃത്വം അവരോട് കൃത്യമായ ഒരു അകലം പാലിക്കുകയും കോൺഗ്രസിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതാണ് അവരെ ചൊടിപ്പിച്ചത് എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. ശരിയാണോ? ഇതിൽ BJP നേതൃത്വം പരാതിപ്പെട്ടത് എന്നുള്ള കാര്യം എനിക്ക് നല്ല നിശ്ചയമില്ല. പക്ഷേ
ഈ സമുദായത്തിൽ ഉള്ള ആളുകൾ തന്നെ പിന്നെ കേന്ദ്ര നിയമമന്ത്രിക്കും അറ്റോർണി ജനറലിനും പരാതിപ്പെട്ടതായിട്ട് എനിക്കറിയാം. BJP-ക്കാർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അതെനിക്കറിയില്ല, BJP-കാർ അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മന്നം പിന്നെ ജയന്തി സമ്മേളന വേദി എല്ലാ കാലവും ഒരു കോൺഗ്രസ് വേദിയാക്കി മാറ്റാൻ സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം 2023 ഡോക്ടർ ശശി തരൂരായിരുന്നു, പിന്നെ 24 പിന്നെ നമ്മുടെ തെന്നല ബാലകൃഷ്ണപിള്ള അവരുകളായിരുന്നു, ഇപ്പോൾ രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ സമദൂരം എന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ പല തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പാണ്. കാര്യം NSSലെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റും അല്ലെ വേറൊരു ഭാരവാഹിയും ഒരു രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാനോ ബന്ധപ്പെടാനോ പാടില്ല എന്നുള്ളൊരു വിലക്ക് മാത്രമാണ് ഈ സമദൂരം. സുകുമാരൻ നായർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം, ഇഷ്ടമുള്ള പാർട്ടിക്ക് പിന്തുണ കൊടുക്കാം, അതൊക്കെ ചെയ്യാനുള്ള ആ ഒരു 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 സ്വാതന്ത്ര്യം അദ്ദേഹം നിലനിർത്തിക്കൊണ്ട്. പക്ഷേ മറ്റുള്ളവർ, ഉദാഹരണം ഞാൻ പറയാം, ഈ പിന്നെ മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK പ്രസാദ് ഉണ്ടായിരുന്നു. അത് അന്ന് അവിടുത്തെ ചിറ്റയം ഗോപകുമാർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ആ താലൂക്ക് യൂണിയൻ ഓഫീസിൽ കയറി ചെന്നു, ഇരിക്കാൻ പറഞ്ഞു, സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു ചായ കൊടുത്തു. ഇതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അദ്ദേഹത്തെ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, ഏകപക്ഷീയമായി പുറത്താക്കി. അവിടുത്തെ യൂണിയൻ വൈസ് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി പോയി രാജിവെപ്പിച്ച് പുതിയ ഒരു അഡ്വോ കമ്മിറ്റിയെ നിയമിച്ചു. കുന്നത്തൂർ താലൂക്ക് യൂണിയൻ അവിടുത്തെ ഒരു NSS കരയോഗം പ്രസിഡന്റിനെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. അതിൻ്റെ ഒരു അനുമോദന യോഗത്തിൽ അന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റായിരുന്ന ശിവസുധം പിള്ള അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തു. ഉടൻ തന്നെ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. കോൺഗ്രസുമായിട്ട് നിന്നിട്ട്, അതാ പറഞ്ഞത്, ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ഇടപെടാൻ പാടില്ല. സുകുമാരൻ നായർ അല്ലാതെ വേറൊരാൾ അതുകൊണ്ട് ഇടപെടാൻ പാടില്ല. അദ്ദേഹത്തിന് ഇടപെടാം, പക്ഷേ ബാക്കിയുള്ള കരയോഗം പ്രസിഡന്റുമാർ ചെയ്യാൻ പാടില്ല. അതേസമയം പല യൂണിയൻ പ്രസിഡന്റുമാരും രാഷ്ട്രീയം പരസ്യമായിട്ട് നിൽക്കുന്നുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിയുണ്ട്, അവർക്ക് രാഷ്ട്രീയമാവാം. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കഴിഞ്ഞ അടുത്ത സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു യോഗത്തിൽ എന്തോ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിട്ടു. അപ്പോൾ ഇങ്ങനെ നിരന്തരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പേരിൽ പിരിച്ചുവിടുകയും മന്നം ജയന്തി സമ്മേളനത്തിൽ സ്ഥിരമായി ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രം വിളിക്കുകയും ചെയ്യുന്നത് സുകുമാരൻ നായരുടെ ഞാൻ പറഞ്ഞ പല തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പാണ്. താങ്കൾ പറഞ്ഞു അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ്, അദ്ദേഹത്തിനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് എന്ന് പറയുന്നു. ശരിക്കും ഈ കേസുകളുടെ വിശദാംശങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെ തരം കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹം കാണാത്ത വളരെ വികൃതമായ ഒരു മുഖം സുകുമാരൻ നായർക്കുണ്ട്. കാര്യം ഇദ്ദേഹം ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് കാലെടുത്ത് കുത്തുന്നത് അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു സ്റ്റാഫായിട്ടാണ്. NSS എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അത് NSSൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവനുള്ള സ്റ്റേഷനറി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വളരെ നല്ല രീതിയിൽ കേരളം മുഴുവൻ വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു A ഗ്രേഡ് സൊസൈറ്റി ആയിരുന്നു. ഇദ്ദേഹം അവിടുത്തെ സ്റ്റാഫായി കയറി. അത് കഴിഞ്ഞ് 1982-83 കാലഘട്ടം മുതൽ ഇദ്ദേഹം അവിടുത്തെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയോ ഒരു വളരെ സ്വാധീനപ്പെട്ട ഒരു മേഖലയിൽ വന്നു. ഇദ്ദേഹത്തിന് NSS നേതൃത്വവുമായിട്ടൊരു അടുത്ത ബന്ധം വന്നു. ആ സമയം മുതൽ ആ സൊസൈറ്റിയിൽ തട്ടിപ്പ് തുടങ്ങി. തട്ടിപ്പിന് സാമ്പത്തിക തട്ടിപ്പ്. അന്നത്തെ 82-83 ഓഡിറ്റ് 53 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റിൽ ഇന്റേണൽ അല്ല, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ പിന്നെ റിപ്പോർട്ടിന് ശേഷം 83-84 ഘട്ടത്തിലൊക്കെ ആയപ്പോൾ ഇദ്ദേഹം പിന്നെ അവിടുന്ന് ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയപ്പോൾ PA ആയിട്ട് പോയി. 84-85 കാലഘട്ടത്തിലെ ഓഡിറ്റ് നടന്നില്ല. കാര്യം ഈ 53 ലക്ഷം അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ലോൺ കൊടുത്തത് പിന്നെ തിരിച്ചു വരുന്നില്ല. അത് തിരിച്ചു വരാതിരിക്കാൻ യാതൊരു കാരണമില്ല. കാര്യം അവിടുത്തെ NSSലെ സ്റ്റാഫിനാണ് ഈ ലോൺ കൊടുക്കുന്നത്. NSSലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സ്റ്റാഫിനാണ് കൊടുക്കുന്നത്. അവർ ജാമ്യം നിന്ന് കൊടുത്ത സാലറി റിക്കവറിക്ക് യാതൊരു പ്രയാസവുമില്ല. അവിടെയാണ് ഈ പറയുന്ന ലോൺ റിക്കവറി. അപ്പോൾ ഇത് ബിനാമി ലോണാണ് എന്നാണ് അന്ന് അവിടുത്തെ ജോലി ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞത്. ഈ ജാമ്യം നിൽക്കുന്ന ആളുകളുടെ പേരിൽ പോലും ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണ് ഉപയോഗിച്ചിട്ടാണ് ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുള്ളത്. 84-85 കാലഘട്ടത്തിൽ ഓഡിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പഴയ ക്ലിയർ ചെയ്തിട്ട് ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഇന്നുവരെ ആ സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. 35 കൊല്ലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം ഒരു പത്രപരസ്യം, ഇത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ കാലാകാലങ്ങളിൽ ഇടതുപക്ഷം വന്നാലും UDF വന്നാലും ശരി, ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു കോക്കസ്
മന്ത്രിസഭയ്ക്കകത്തുണ്ടാവും. അദ്ദേഹം എപ്പോഴും LDF-നോട് എപ്പോഴും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ LDF-ലെ കോട്ടയം ജില്ലയിലെ ഒരു മന്ത്രിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ടർ. ഈ നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും, ഈ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, ഈ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാം ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ മന്ത്രിയാണ് N. വാസവൻ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഓഡിറ്റ് അവിടെ കിടന്നപ്പോൾ ഈ 2022 ഒരു പത്രപരസ്യം കൊടുത്തു. RN റെക്കോർഡ്സ് നോട്ട് അവൈലബിൾ, അതിൻ്റെ ഇത് പെടുത്തിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ് വെച്ച് ഓഡിറ്റ് നടത്തി അങ്ങ് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അതിന് ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തു. ഞങ്ങൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി കൊടുത്തു. ഇത് ആരാണ് ഈ ലോൺ എടുത്തത്, ഈ 53 ലക്ഷം രൂപ ലോൺ കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം, ഇത് കുടിശ്ശിക വരുത്തി ആരാണ്, ഇതിൻ്റെ യാതൊരു റെക്കോർഡ്സും RTIയിൽ പോലും തരുന്നില്ല സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുകയാണ്, ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. ഒരു ഡീറ്റെയിൽസും RTI ചോദിച്ചാൽ അവസാനം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വരെ പോയിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓർഡർ ഇട്ടിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, എത്രയൊക്കെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഓഡിറ്റിംഗ്, എസ്പെഷ്യലി സഹകരണ മേഖലയിൽ ഓഡിറ്റിംഗ് ഇത്രയധികം കൊല്ലം 3.5 പതിറ്റാണ്ടിലേറെ ഓഡിറ്റ് ഇല്ലാതെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ ആണോ? ആണെന്ന് നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ മുമ്പിൽ തെളിവിരിക്കുകയല്ലേ. വിചിത്രമാണ്. ഏറ്റവും വലിയ രസം ഒരു കത്ത് വായിച്ചിരിക്കുന്നത് 84-85 ഘട്ടത്തിലെ കണക്കുകൾ ഓഡിറ്റിന് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഫാബ്രിക്കേറ്റഡ് റെക്കോർഡ് വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, ഇതിനെ ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. ഈ രേഖകൾ ആ സമയത്തുണ്ടായിരുന്ന രേഖകളാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഓഡിറ്റ് നടത്താവൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതല്ല, അത് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ഹൈക്കോടതിയിലെ കേസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ട്രാവൻകൂർ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്, അന്ന് സെക്ഷൻ 26 ആണ് ട്രാവൻകൂർ റെഗുലേഷൻസിൻ്റെ. അത് വന്നു കഴിഞ്ഞിട്ട് 56 ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ കമ്പനി ആക്ട് 56 എനാക്ട് ചെയ്തപ്പോൾ അതുവരെയുള്ള ആക്ടുകളെല്ലാം ഇത് ചെയ്തിട്ട് വീണ്ടും കമ്പനി ആക്ടിൻ്റെ പരിധിയിൽ വന്നു. അതിനുശേഷം 1962 കേരള ഗവൺമെൻറ് ഒരു ആക്ട് കൊണ്ടുവന്നു, കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട്. അതൊരു ആക്ട്, റെഗുലർ ആക്ട് അല്ല. അത് കമ്പനി ആക്ടിലെ ചില പ്രൊവിഷൻസിന് ഒരു മാറ്റം വരുത്തി. അതിനൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിൽ ഇപ്പോൾ ഗവൺമെൻറ്, കോമ്പറ്റീറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പകരം ഗവൺമെൻറ് ഓഫ് കേരള, പാർലമെൻറ്റ് എന്നുള്ള വേർഡിന് പകരം സ്റ്റേറ്റ് അസംബ്ലി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ളതിൻ്റെ ഇതിന് പകരം അക്കൗണ്ടൻറ്റ് ജനറൽ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന ആക്റ്റിലുള്ളതിന് പകരം ഹൈക്കോർട്ട് ഓഫ് കേരള. ഇത്രയും ചേഞ്ചസ് മാത്രം വരുത്തി കമ്പനി ആക്ട് തന്നെ 56 കമ്പനി ആക്റ്റിൽ ഈ പറയുന്ന തിരുത്തലുകൾ മാറ്റിയാൽ അത് കേരള നോൺ ട്രേഡിംഗ് കമ്പനി ആക്റ്റായി. അങ്ങനെയാണ് ആ ആക്ടിൻ്റെ എനാക്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 56 കമ്പനി ആക്ട് 2013 പുതിയ കമ്പനി ആക്ട് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിപ്പീലിംഗ് ക്ലോസ് വെച്ചിട്ട് ഇത് അതിൻ്റെ പരിധിയിൽ വന്നു. മനസ്സിലായി. അപ്പോൾ ഈ 2013 കമ്പനി ആക്ട് അനുസരിച്ച് നോബഡി ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ അൺലെസ് ഹി ഒബ്റ്റെയിൻസ് എ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ മാൻഡേറ്ററി ക്ലോസ്. സെക്ഷൻ 152(3) പറയുന്നതാണ്, ഒരു കമ്പനിയിൽ ഒരു ഡയറക്ടർ ആവണമെങ്കിൽ അയാൾ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എടുത്തിടണം. ഇറ്റ്സ് എ യുണീക്ക് നമ്പർ. എത്ര കമ്പനി ഡയറക്ടർഷിപ്പ് ഉണ്ടെങ്കിലും ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ മാൻഡേറ്ററി പ്രൊവിഷൻ, അതിന് എക്സ്ക്ലൂഷൻ ഒന്നുമില്ല. അത് കഴിഞ്ഞ് 164 പറയുന്നുണ്ട് 152(3), ദാറ്റ് മീൻസ് ദിസ് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കംപ്ലൈ ചെയ്യാത്തവർ ഈസ് ഡിസ്ക്വാളിഫൈഡ് ടു ബി എ ഡയറക്ടർ. അപ്പോൾ 152(3) ഇല്ലാത്തതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. 167 പറയുന്നുണ്ട് എ ഡിസ്ക്വാളിഫൈഡ് ഡയറക്ടർ ഈസ് ഡീംഡ് ടു ബി വെക്കേറ്റഡ് ദാറ്റ് സീറ്റ്. അപ്പോൾ ഡിന്നില്ലാത്തതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് അയാൾ ആ സ്ഥാനം ഓട്ടോമാറ്റിക് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആ സ്ഥാനം വിട്ടതായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിന്നില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആർക്കും ഡിന്നില്ല. അപ്പോൾ ആ ഡിന്നില്ലാത്തതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ട്. ഇദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യണം,
ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ഓട്ടോമാറ്റിക്കലി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അത് കേരള നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ. അതിന് കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കോടതി കൊടുത്തിരിക്കുന്ന റിട്ട് ഓഫ് മാൻഡാമസ് ആണ്. കാര്യം പബ്ലിക് അതോറിറ്റി അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയിരിക്കുന്നത്. അതിൽ പരാതിക്കാർ പ്രൊഫസർ ഹരിദാസ് ആൻഡ് ഡോക്ടർ വിനോദ് കുമാർ. ഓക്കെ, ഈ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഈ കേസ് പെൻഡിംഗ് ആണ്. ആ കേസിൽ അതിൻ്റെയൊക്കെ ഞാൻ വരാം. രണ്ടാമത്തെ കേസ് അതിൻ്റെ പെറ്റീഷണർ ഞാൻ തന്നെയാണ്. കാര്യം ഞാൻ ഈ കമ്പനി ആക്ട് അനുസരിച്ചിട്ട് എവരി മെമ്പർ ഹാസ് എ റൈറ്റ് ടു വോട്ട്. ഒരു കമ്പനിയിൽ അംഗത്വമുള്ള ആർക്കും വോട്ടവകാശമുണ്ട്. കമ്പനിക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കമ്പനിക്ക് പറഞ്ഞിട്ടില്ല. കാര്യം പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് അവർ വോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ജനറൽ ബോഡി യോഗം ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യൻ കമ്പനി ആക്ട് ഒരിടത്തുമില്ല. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഇത് എല്ലാ അത് NSSലെ മെമ്പർഷിപ്പിന് ഒരു വേറൊരു രസമുള്ളത്, NSS കരയോഗത്തിലെ ഒരാൾ അംഗമാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം NSSലെ മെമ്പറല്ല. NSSലെ അംഗത്വം എന്ന് പറഞ്ഞാൽ കരയോഗത്തിനാണ്. ഇറ്റ് ഇസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ. രണ്ട് തരം മെമ്പർഷിപ്പാണ് NSSലുള്ളത്. ഒന്ന് വ്യക്തി മെമ്പർ, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ. കരയോഗത്തിനും യൂണിയനും താലൂക്ക് യൂണിയനുകളും കരയോഗങ്ങളും ഒരേ സ്റ്റാറ്റസാണ് മെമ്പർഷിപ്പ്. മനസ്സിലായി. അപ്പോൾ ഈ ഏകദേശം 5000-ൽ പരം കരയോഗങ്ങൾക്ക് മെമ്പർഷിപ്പുണ്ട്. പിന്നെ കുറച്ച് വ്യക്തിയും അങ്ങനെ 5800 6000-നകത്ത് അംഗങ്ങൾ ഈ NSSൻ്റെ ഉണ്ട്. ശരി. ഈ 6000 പേര് വോട്ട് ചെയ്യാൻ അവകാശമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. അത് മാറ്റിയിട്ട് ബൈലോ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്തു. ദാറ്റ് ഇസ് എൻ ഇല്ലീഗൽ അമെൻമെൻറ്റ്. കാരണം ഇതുമാതിരിയുള്ള ചാരിറ്റബിൾ കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദേ ഷുഡ് ഗെറ്റ് പ്രയർ അപ്രൂവൽ ഫ്രം ദ ഗവൺമെൻറ്. അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ അബിനിഷ്യോ ഈ അമെൻമെൻറ്റ്സ് വോയിഡാണ്. അപ്പോൾ ആ അമെൻമെൻറ്റ് വെച്ചിട്ട് താലൂക്ക് വൈസായിട്ട് ഇലക്ഷൻ നടത്തുകയാണ്. ഈ ഒരു കമ്പനി ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള പ്രതിനിധികളെ താലൂക്ക് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരു ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പത്തനംതിട്ട താലൂക്കിലെ കമ്പനി മെമ്പേഴ്സിന് യാതൊരു റോളും ഇല്ല. അവരുടെ പ്രതിനിധി അവർ എടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രതിനിധികളെയാണ്. ഇതൊക്കെ ഒരു കമ്പനി നിയമത്തിൽ കേട്ടുകഴിവ് പോലും ഇല്ലാത്ത കാര്യമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിന് എല്ലാ കരയോഗങ്ങൾക്കും വോട്ടവകാശം വേണം എന്നുള്ള ഒരു ക്ലെയിം ഒരു കേസ്. അത് എൻ്റെ പെറ്റീഷണർ ഞാൻ തന്നെയാണ്. ഈ കേസിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? ഈ രണ്ട് കേസും കഴിഞ്ഞ ഒരു 30-35 തവണ ആയിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുകുമാരൻ നായരുടെ അഡ്വക്കേറ്റ്സ് വന്നിട്ട് ഓരോ പ്രാവശ്യം ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇത് മാറ്റിക്കൊണ്ടു പോവാണ്. ഇത് മാറ്റി വയ്ക്കുന്നതിന് ഒരു പരിധിയില്ലേ? പരിധി ഉണ്ടാവേണ്ടതാണ്. കാര്യം കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പറഞ്ഞാണ് ഈ കേസ് പെട്ടെന്ന് കേട്ട് തീർപ്പ് കൽപ്പിക്കണം എന്ന്. 2024 ഏപ്രിലിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ്. അതിനുശേഷം എത്ര മാസങ്ങൾ കഴിഞ്ഞു? ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ സീനിയർ അഡ്വക്കേറ്റ്സിന് ഒരു പ്രിവിലേജ് ഉണ്ട്. ഹാവിങ് അഡ്വക്കേറ്റ് ആക്ട് അനുസരിച്ച് പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് മിസ്യൂസ് ചെയ്തു എന്ന് പറയാം. ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം 2023 സുകുമാരൻ നായരുടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഡയറക്ടർഷിപ്പ്. 26 അദ്ദേഹത്തിന് വീണ്ടും ഇലക്ഷന് നിൽക്കണം. അപ്പോൾ 26 വരെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ള അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2026 വരെ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനുള്ള, അത് കഴിഞ്ഞ് എന്തും സംഭവിച്ചോട്ടതായിരിക്കും. അദ്ദേഹം ഒന്നുകൂടെ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ 29 വരെ പോകുമല്ലോ. ഓൾറെഡി 84 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ 94 വയസ്സിനപ്പുറം അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ 35 തവണയൊക്കെ ഒരു കേസ്, അതും അരമണിക്കൂർ കേൾക്കാവുന്ന കാര്യമുള്ളൂ. ഇത് ഓൾറെഡി ഇതുമാതിരി സിമിലർ കേസിൽ ഹൈക്കോടതി തീരുമാനം നിലവിലുണ്ട്. കേരള നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട്, ഈ കേരള നോൺ ട്രേഡിംഗ് കമ്പനി ആക്ടിൻ്റെ പരിധി വരുന്ന കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനി ആക്ട് 2013 ബാധകമാണെന്ന് നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കടകംപള്ളി മനോജ് വേഴ്സസ് SNDP കേസിൽ അങ്ങനെ വിധി വന്നിട്ടുണ്ട്. പിന്നെ ഈ സുകുമാരൻ നായർ തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പെർസുവന്റ് ടു സെക്ഷൻ 92(1) ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ്. ഇങ്ങനെ 2013 ആക്ട് അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുകയും അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്ന
ഒരു 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 ഇരട്ടത്താപ്പ്. ഒരുപാട് ഇത് ഈ പിന്നെ കള്ളസത്യവാങ്മൂലമൊക്കെ കോടതി കൊടുക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ NSS സമദൂര സിദ്ധാന്തം പുറമേ പറയുമെങ്കിലും കോൺഗ്രസുമായി വളരെയധികം അടുപ്പം പ്രത്യക്ഷത്തിൽ സൂക്ഷിക്കുന്നു, പക്ഷേ പരോക്ഷമായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് LDF-ഉമായിട്ടാണ് അന്തർധാര ഈ കേസുകൾ അത് NSS അല്ല ഈ ചെയ്യുന്നതൊന്നും. സുകുമാരൻ നായർ വ്യക്തിയാണ് ഇത്. NSS എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് നായന്മാർ കേരളത്തിലെ സുകുമാരൻ നായരെക്കാട്ടിൽ രാഷ്ട്രീയ പ്രബുദ്ധതയും പ്രാക്ടിക്കൽ നോളജും ഉള്ള ആളുകളാണ് നായർ സമുദായത്തിലുള്ളത്. പക്ഷേ NSS എന്ന് പറയുമ്പോൾ അത് സുകുമാരൻ നായർ എന്നുള്ള സമാവാക്യത്തിലേക്ക് അങ്ങനെ അദ്ദേഹം അങ്ങനെ ആക്കിക്കൊണ്ട് വന്നു. അത് അഭിപ്രായ ശേഷിയില്ലാത്ത, വ്യക്തിത്വം ഇല്ലാത്ത, അഭിപ്രായം പറയാൻ ധൈര്യം ഇല്ലാത്ത കുറേ ആളുകളെ ചുറ്റും നിർത്തി അദ്ദേഹം ആ ഒരു സെറ്റപ്പ് ആക്കി എടുത്തു. താങ്കൾ ഇതുവരെ പറഞ്ഞത് വളരെ ചുരുക്കം ചില കേസുകളുടെ കാര്യങ്ങൾ മാത്രമാണ് താങ്കൾ ഇതുവരെ പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് ഈ കേട്ടതിനും അപ്പുറത്തേക്കൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണോ? ഇത് ക്രിമിനൽ കേസുണ്ട്. അത് കമ്പനിയിലെ തന്നെ കമ്പനിയുടെ ഒരു ക്രിമിനൽ പീനൽ പ്രൊവിഷൻസ് ഉണ്ട് കമ്പനി ആക്ട് അനുസരിച്ചിട്ട്. അതിൽ ഈ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. ഇത് പ്രൈവറ്റ് കമ്പനിയല്ല. NSS ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പക്ഷേ ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ്. അത് കമ്പനി സെക്രട്ടറി ഒഴിവാക്കാൻ വേണ്ടി 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ടാണ്. ഇതെല്ലാം ഇത് കാണിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണോ അതോ ഓവർ കോൺഫിഡൻസ് ആണോ, എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം ധിക്കാരമാണോ എന്നറിയില്ല. കമ്പനി ലോയുടെ സ്റ്റിപ്പുലേറ്റഡ് ഫോം പോലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് റിട്ടേൺ കൊടുക്കുന്നത്. കാര്യം അതിനകത്തൊരു അണ്ടർടേക്കിംഗ് ഉണ്ട്, ഈ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളൊരു സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ടൈപ്പ് ചെയ്ത് ഒക്കെയാണ് ഈ റിട്ടേൺസ് കൊടുക്കുന്നത്. അപ്പോൾ ആ പീനൽ പ്രൊവിഷൻസിൻ്റെ പേരിൽ ഒരു ഡെസിഗ്നേറ്റഡ് കോർട്ടുണ്ട്, എറണാകുളത്ത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് 7. അവിടെയാണ് ഈ പീനൽ പ്രൊവിഷൻസ്, തടവ് ശിക്ഷയൊക്കെ വരുന്ന കേസാണത്. അവിടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഡോക്ടർ വിനോദ് കുമാർ. അത് അദ്ദേഹം ഞങ്ങൾ കമ്പനി ആക്ടിൻ്റെ പരിധി വരത്തില്ല എന്നും പറഞ്ഞിട്ട് പോയി പിന്നെ ഹൈക്കോടതി പോയി അതിന് സ്റ്റേ വാങ്ങി. അപ്പോൾ അത് അങ്ങനെ ആ സ്റ്റേയിൽ അത് നിൽക്കുകയാണ്. ഇത് കമ്പനി ആക്ട് ബാധകമല്ല എന്നാണ് പുള്ളിക്ക്. സുകുമാരൻ നായർക്ക് മാത്രമായിട്ട് കേരളത്തിൽ ഒരു അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബാധകമായ നിയമം സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അതിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും കോടതികളെയും വളരെ സമർത്ഥമായി കബളിപ്പിക്കുന്ന ഒരു ആളാണ് ഇദ്ദേഹം. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ചേർത്തല NSS കോളേജിൻ്റെ പ്രിമൈസസ് ഗ്രൗണ്ടിൽ നല്ല സിലിക്ക സാൻഡുണ്ട്. ഈ സിലിക്ക സാൻഡ് പെർമിറ്റ് ഇല്ലാതെ അവിടുന്ന് അനധികൃതമായിട്ട് ഇദ്ദേഹം അവിടുത്തെ യൂണിയൻ സെക്രട്ടറിയുമായിട്ട് ചേർന്ന് അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുപോയി. അതിൻ്റെ പിന്നെ തൊട്ട് താമസക്കാരൻ പരാതി കൊടുത്തു. ഒന്നും സംഭവം നടന്നില്ല. അദ്ദേഹം ഹൈക്കോടതി പോയി പിന്നെ കേസ് കൊടുത്തു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പെർമിറ്റ് ഇല്ലാതെ മണൽ അവിടുന്ന് പോയിട്ടുണ്ട്. 915 മെട്രിക് ടൺ സാൻഡ് അവിടുന്ന് റിമൂവ് ചെയ്തതായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ ആ വിലയിട്ട് റോയൽറ്റി ഇനത്തിൽ 7.25 ലക്ഷം രൂപ, 7,15,000 രൂപ സുകുമാരൻ നായർക്ക് ഫൈൻ അടിച്ചു. അപ്പോൾ ഈ ഫൈൻ അടിച്ചത് അടയ്ക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം വീണ്ടും ഹൈക്കോടതി പോയി കൊടുത്ത അഫിഡവിറ്റ് അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ്. മോഷണം പോയി എന്നാണ് പറയുന്നത്. മണൽ മോഷണം 950 മെട്രിക് ടൺ മണൽ പോക്കറ്റ് കാരിക്കാണ്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ലക്ഷണത്തിലാണ് ലാഘവത്തോട്. 950 ലോഡ് മണൽ മോഷണം പോയി അറിയുന്നില്ല. അദ്ദേഹം അവിടെ ഈ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് മണൽ മോഷണം പോയി. NSSന്റെ പ്രോപ്പർട്ടി കിടന്ന മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല, അറിഞ്ഞില്ല. പക്ഷെ പരാതി വന്ന് കോടതി വന്നും പരാതിക്കാരൻ പോയി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ പരാതിപ്പെട്ട് അവർ വന്ന് സ്ഥലം സർവേ നടത്തി വില്ലേജ് ഓഫീസറെ കൂടെ നോക്കി കണ്ടുപിടിച്ച് ഇത്രയും അവർ ഒരു റഫ് എസ്റ്റിമേറ്റാണ് ഇത്രയും മണൽ അവിടുന്ന് കടത്തി എന്നുള്ളത്. അതിനുള്ള വിലയുടെ റോയൽറ്റിയൊക്കെ ചേർത്തിട്ടാണ് 7,15,000 രൂപ ഫൈൻ അടിച്ചത്. ഈ കോടതിയിൽ അതിന് പറഞ്ഞിരിക്കുന്ന ന്യായം ഇത് മോഷണം പോയി, ഞങ്ങൾ പണ്ടേ ഇത് മോഷണം പോകുന്നു എന്നൊരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇദ്ദേഹം പിന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് മണൽ മോഷണം പോയി. 1 രൂപ പോലും ആ മണൽ പോയതിന് വരുമാന ഇനത്തിൽ NSSൻ്റെ വരുമാനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു വ്യക്തമായ ഒരു ക്രിമിനൽ ആക്ട് തന്നെയാണ്. താങ്കൾ ഈ പറയുന്നതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, കമ്പനി ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളവർക്ക് മനസ്സിലാകും ഇദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ലീഗൽ ഓർ ഇല്ലീഗൽ എന്നുള്ള വേർതിരിച്ചറിയാനുള്ള അവകാശം അല്ലെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന നായർ സമുദായ അംഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരും ആണെന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നത്, പലരും ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണ്, ഇദ്ദേഹം ഒരു സ്വജനപക്ഷപാതിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഏകാധിപതിയായി, ഒരു ഏകഛത്രാധിപതിയായി NSSൻ്റെ തലപ്പത്ത് ഇരിക്കുന്നതാണ് പലരും അലോസരപ്പെടുത്തുന്നത്. അതിനപ്പുറത്തേക്കുള്ള അഴിമതി ഒന്നും ഇല്ല എന്നുള്ളൊരു ഭാവം ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിയാണോ? നമ്മൾ വളരെ വ്യക്തമായ
തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായ തെളിവുകൾ, അതിൽ ഒരെണ്ണത്തിന് പോലും മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് ഈ പിന്നെ ഞങ്ങളതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ്. അവഗണിച്ചേ പറ്റുള്ളൂ. കാര്യം സ്പീക്കിംഗ് ട്രൂത്താണ് ഇതെല്ലാം. നമ്മുടെ കയ്യിൽ തെളിവില്ലാത്ത ഒരു കാര്യം നമ്മൾ അലിഗേഷൻസ് പറയാറില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന ഒരു വേദി ഞങ്ങൾക്ക് തരട്ടെ. ഇദ്ദേഹം ഒരു ചങ്ങനാശ്ശേരിയിൽ ഒരു സമ്മേളനത്തിൽ ഞങ്ങളെ കൂടെ വിളിക്കട്ടെ. ഇദ്ദേഹത്തിന് പറയാനുള്ളത് പറയാം, ഞങ്ങൾക്ക് പറയാനുള്ളതും പറയാം. അതിന് ധൈര്യം ഉണ്ടോ? ഉത്തരം മുട്ടിക്കും. കാര്യം ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. വെറുതെ ഒന്നും പറയുന്നില്ല. ഈ പിന്നെ സൊസൈറ്റി തെളിവ്, കന്യാകുമാരിയിലെ വസ്തു വിൽപ്പനയുടെ തെളിവ്, പിന്നെ ചങ്ങനാശ്ശേരി വസ്തു വാങ്ങിയ തെളിവ്. കന്യാകുമാരിയിലെ വസ്തു വിൽപ്പനയിൽ എന്താ സംഭവിച്ചേ? അത് പിന്നെ മന്നം പിന്നെ ഈ സ്മാരക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലം വാങ്ങി. അത് 8 ലക്ഷം രൂപയ്ക്കാണ് സെന്റിന് വിറ്റത്. കന്യാകുമാരി സൺസെറ്റും സൺറൈസും ഒറ്റ പ്ലോട്ട് ഒരു പോയിന്റ് നിന്നാൽ കാണാം. ഞാൻ ആ സ്ഥലം പോയി കണ്ടതാണ്. അവിടെ ഒരു 2nd ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് പണിഞ്ഞാൽ അതിന് മുകളിൽ കയറി നിന്നാൽ ഇടത്തോട്ട് നോക്കിയാൽ സൺറൈസും വലത്തോട്ട് നോക്കിയാൽ സൺസെറ്റും കാണാം. കേരള ഹൗസിൽ നിന്ന് ഒരു 100-150 മീറ്റേഴ്സ്. ഇത്രയും കണ്ണായ സ്ഥലത്തുള്ള സ്ഥലം 8 ലക്ഷം രൂപ സെന്റിന് 8 ലക്ഷം രൂപ. തിരുനെൽവേലി ഹൈവേ, കന്യാകുമാരി തിരുനെൽവേലി ഹൈവേയിൽ ഒരു 30 മീറ്റർ കഷ്ടിച്ച് റോഡുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കനറ ബാങ്കിൻ്റെ ഹോളിഡേ ഹോമൊക്കെ ഉള്ളത്. 8 ലക്ഷം രൂപ. ആർക്കാ വിറ്റ് അദ്ദേഹം? വിറ്റ് അവിടെയുള്ള ഒരു ഹോട്ടൽ ബിസിനസ്സുകാരൻ. അല്ല, ഇദ്ദേഹം വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി വിറ്റു എന്നുള്ളതാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ അദ്ദേഹത്തിന്? അതിനകത്തിൽ എന്തായാലും നമുക്ക് സാമാന്യ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു വൈറ്റൽ പിന്നെ ഏരിയയിൽ ഒരു പ്ലോട്ടിന് സെൻറ്റിന് 8 ലക്ഷം രൂപ. ഞാൻ വരുന്നതിൽ ചങ്ങനാശ്ശേരിയിൽ ഇദ്ദേഹം സ്ഥലം വാങ്ങി. പിന്നെ ഇതിൻ്റെ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. സെൻറ്റിന് 18 ലക്ഷം രൂപയായി. ചങ്ങനാശ്ശേരിയിൽ MC റോഡ് ആക്സസ് ഇല്ലാത്ത, വഴിയില്ല, റോഡില്ല, ഒരു ഓട്ടോറിക്ഷ പോലും പോകുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല ആ വഴി, ആ സ്ഥലത്തേക്ക്. ചുറ്റും NSSൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ സ്ഥലത്തിന് 18 ലക്ഷം രൂപയും കന്യാകുമാരിയിലെ ടൂറിസ്റ്റിലെ കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് സെൻറ്റിന് 8 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുന്നു. ഇതൊന്നും ആരും NSS ചോദ്യം ചെയ്യുന്നില്ല. വസ്തു വിറ്റ് അറിയില്ലല്ലോ ആർക്കും അറിയില്ല. നമ്മളിത് പറയുമ്പോഴാണ് NSS പ്രതിനിധി മെമ്പർമാരുമായിട്ട് പോലും അറിയുന്നത്. ഈ സംഭവം വരവ് ചെലവ് കണക്കൊക്കെ ബജറ്റിന്റെ ഭാഗമായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ടല്ലോ. അപ്പോഴൊന്നും ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും പുറത്തു വരാറില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1991 ഒരു സുകുമാരൻ നായർ ആരോഗ്യമന്ത്രിയുടെ ഫയലൊക്കെ നോക്കി ഇടപെടുമെന്ന് പറഞ്ഞൊരു G. ശേഖരൻ നായർ ഒരു ചികിത്സ തേടുന്ന ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ NDPയുടെ കാലത്താണ്. അന്ന് ഈ മാതൃഭൂമിയെ പൊളിക്കാൻ വേണ്ടി 24 ലക്ഷം രൂപ NSSൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്ത് തൃശ്ശൂർ പൊളിയാൻ പോകുന്ന ഒരു പത്രം എക്സ്പ്രസ്സിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ഷെയർ എടുത്തു. ആ ഷെയർ 2011 ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നിടം വരെ ആസ്തി ബാധ്യതയിലൊക്കെ അതുണ്ടായിരുന്നു. അടുത്ത വർഷം അത് പോയി. ഒരൊറ്റ ആൾ പോലും ചോദിച്ചില്ല ഈ 24 ലക്ഷം രൂപ എങ്ങനെ പോയി. നമ്മുടെ ആസ്തിക്കകത്തിലുണ്ടായിരുന്ന ഷെയർ ഒരു സുപ്രഭാതത്തിൽ ആ അക്കൗണ്ടിൽ നിന്ന് ആരും നോക്കുന്നത്? ഈ കാശ് ആര് കൊണ്ടുപോയി? പോയി, വെള്ളത്തിൽ പോയി. ആരും ചോദിക്കുന്നില്ല. ഒരാളും ചോദിക്കുന്നില്ല. NSSൻ്റെ തലപ്പത്തേക്ക് ശ്രീ സുകുമാരൻ നായർ വന്നതിന് ശേഷം ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ സ്വാശ്രയ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പത്മ കഫേയൊക്കെ ഊർജിതപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യമാണോ ഇല്ലാത്തതാണോ? എന്താണ് ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഈ മന്നം ജയന്തിയോടനുബന്ധിച്ച് ജന്മനക്ഷത്ര പിരിവ് എന്ന് പറഞ്ഞിട്ട് കരയോഗങ്ങളിൽ നിന്ന് പൈസ പിരിക്കാറുണ്ട്. ഓരോ കരയോഗങ്ങളിൽ നിന്നും 3000-5000 ഓരോ യൂണിയൻ ഓരോ ടാർഗറ്റ് കൊടുത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഒരു 2 കോടിക്കകത്തൊക്കെ പിരിച്ചു കിട്ടും. ആ പൈസ പലർക്കും വിവാഹ ധനസഹായം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും. അതാണ് നടക്കുന്ന. NSSൻ്റെ വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും ഒരു സമുദായ അംഗത്തിന് കൊടുത്തിട്ടില്ല ഇതുവരെ. NSSൻ്റെ വരുമാനത്തിൽ നിന്ന് ഈ ആയിരക്കണക്കിന് ഏക്കർ ഉള്ള എസ്റ്റേറ്റുകൾ, സ്കൂളുകൾ, കോളേജുകൾ ഇതൊക്കെ ഉണ്ട്. ഇതിലെല്ലാം പിന്നെ വരുമാനമുണ്ട്. 1 രൂപ പോലും അതിൽ നിന്ന് എടുത്ത് കൊടുക്കാതെ ഈ ജന്മനക്ഷത്ര പിരിവ് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനം പിന്നെ ഇദ്ദേഹം NSSൻ്റെ പൈസ കൊടുത്തിട്ട് നടത്തിയിട്ടുണ്ടെന്ന് അന്ന് തെളിയിച്ചു തരട്ടെ. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? NSSൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത്. സ്ഥാപനങ്ങൾ പൂട്ടുകയല്ലേ മുഴുവനും? എങ്ങനെയാണ്? മുഴുവൻ സാധനങ്ങളും പൂട്ടി. 5 നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു, 5ഉം പൂട്ടി. കഴിഞ്ഞിട്ട് ഒരു കൊട്ടാരക്കര ഒരു പാവപ്പെട്ട നായർ സമുദായം ഒരാൾ ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയെ ഹൈദരാബാദ് വിട്ട് പഠിപ്പിക്കാൻ, നഴ്സിംഗിന് പഠിപ്പിക്കാനുള്ള ലോൺ കിട്ടിയില്ല. 5 നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നതാണ് NSSന്. ഇപ്പോൾ 5ഉം പൂട്ടി. എന്തുകൊണ്ട്? ഒരു കാരണം കെടുകാര്യസ്ഥത. നാട്ടിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല.
ഹോസ്പിറ്റലുകൾ അടയ്ക്കുന്നു, ബാലഭവൻ 15 ബാലഭവനുകളുണ്ടായിരുന്നു. ഇതൊക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഉള്ളതാണ്. ഈ ഒബ്ജക്റ്റീവാണ്, ഈ NSSന്റെ ഒബ്ജക്റ്റീവിലുള്ളതാണ്. ഓൾഡ് ഏജ് ഹോം, ബാലഭവനുകൾ, ഇതൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം പൂട്ടി. ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും അവിടെയാണ് ഞാൻ പറഞ്ഞത് NSSൽ ഇത് ചോദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അംഗങ്ങളെന്ന് പറയുന്ന പ്രതിനിധി സഭാ മെമ്പർമാരാണ്. കരയോഗ തലത്തിൽ ഇപ്പോൾ NSSലെ കരയോഗ അംഗങ്ങളെ എടുത്ത് നോക്കി ആരോട് സംസാരിച്ചാലും 95% സുകുമാരൻ നായർക്കെതിരാണ്. പക്ഷേ സുകുമാരൻ നായർ എല്ലാ വർഷവും ഏകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതൊരു ഒരു 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 വൈരുദ്ധ്യം. അതിൻ്റെ അർത്ഥം ഈ താലൂക്ക് യൂണിയനിലെ ഓരോ സെക്രട്ടറിമാരുണ്ട്. ഇവരെല്ലാം ഈ NSSന്റെ ശമ്പളം പറ്റുന്ന സുകുമാരൻ നായരെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഇവരവിടെ ഇരുന്നിട്ട് ഓരോ ഉദ്യോഗസ്ഥർ, അത് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർ. അവരവിടെ ഇരുന്നിട്ട് ഓരോ കരയോഗത്തിലെയും ആളുകളെ അവർക്കറിയാം. അപ്പോൾ സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ട് മാത്രം ഒന്ന് NSS ജോലിയുള്ളവർ, അല്ലെങ്കിൽ NSSൽ ജോലിയുള്ളവരുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാത്ത പാവങ്ങൾ, ഇവരിലെ ആളുകളെ നോക്കിയാണ് NSSന്റെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ മെമ്പറായിട്ട് ഈ കരയോഗം തെരഞ്ഞെടുപ്പിന് പോകുന്നത് ഇവരാണ്. യൂണിയൻ സെക്രട്ടറിയാണ് കരയോഗം തെരഞ്ഞെടുപ്പിന് പോകുന്നത്. അത് ഏറ്റവും വലിയ രസം അതാണ്. ഒരു കമ്പനിയുടെ അംഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് ഇടപെടുന്നത്. ഇത് കമ്പനി നിയമം അനുസരിച്ച് ഇത് പിന്നെ ഫ്രോഡാണ്. ഇത് പിന്നെ ഒരു കമ്പനി മെമ്പറുടെ കാര്യത്തിൽ ഇടപെടാൻ കമ്പനിക്ക് അധികാരമൊന്നുമില്ല. ഇപ്പം എനിക്ക് പിന്നെ റിലയൻസിൻ്റെ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്ന റിലയൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ യൂണിയൻ സെക്രട്ടറി പോയിട്ട് ഈ കരയോഗങ്ങളിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട് അവരുദ്ദേശിക്കുന്ന ആളെ പിന്നെ പ്രതിനിധിയായിട്ട് കൊണ്ടുവരും. അങ്ങനെ പറ്റാത്ത കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തില്ല, പിരിച്ചുവിടും, നടത്തുകയല്ല, തെരഞ്ഞെടുപ്പ് നടത്തില്ല. എന്ത് പറഞ്ഞ് തടസ്സപ്പെടുത്തും? അതെന്തെങ്കിലും ഓഡിറ്റ് അല്ലെങ്കിൽ പിന്നെ സമയം കൊടുക്കത്തില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തന്നെ രജിസ്ട്രാർഡ് അംഗീകാരം വാങ്ങണം. ഇതൊക്കെ വയലേഷൻസ് ആണ്. ഇതെല്ലാം അടിമുടി കമ്പനിയിലോ വയലേഷൻസ് ആണ്. ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് ഇരിപ്പുണ്ട്. അതായത് വോട്ടർമാർക്ക് സമുദായ അംഗങ്ങൾക്ക് വോട്ടവകാശം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് അതാണ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഈ ഒരു വിധി, കോടതി വിധി അംഗങ്ങൾക്ക് അനുകൂലമായി, സമുദായ അംഗങ്ങൾക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ സുകുമാരൻ നായരുടെ ഇടപാട് തീരും. കരയോഗങ്ങൾ തീരുമാനിച്ച കരയോഗങ്ങൾ വീണ്ടും ഈ പ്രതിനിധികളെ യൂണിയൻ സെക്രട്ടറി പറയുന്ന പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് വിട്ടാൽ ഒന്നും സംഭവിക്കില്ല. അല്ല, ഓരോ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുന്നൊരു സംവിധാനമല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അംഗങ്ങളാണ് ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും പ്രതിനിധികളെ എതിരില്ലാതാണ്. കാര്യം ഈ അംഗങ്ങളെല്ലാം ഈ യൂണിയൻ സെക്രട്ടറിയുടെ വിരൽത്തുമ്പി നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒന്നും അഭിപ്രായം ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇതെന്താണെന്നറിയാം. പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ഇലക്ട്രൽ മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു, എന്താണെന്ന് പരിപാടി മനസ്സിലായിട്ടില്ല, എന്താ സാധനമെന്ന് പോലും അറിയാത്ത ആളുകൾ അവിടെ പോയി സുകുമാരൻ നേർക്ക് കൈവക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സെക്രട്ടറി ഒന്നും അറിയണ്ട, അത് വോട്ട് ചെയ്യാൻ വരുമ്പോൾ വന്നാൽ മതി, ഞാൻ കാര്യം പറയാം. എന്നിട്ട് ഇവരെ മോഹിപ്പിക്കും. മക്കൾ വല്ലതും പഠിച്ചു കിട്ടോ, അപ്പോൾ അടുത്ത പ്രാവശ്യം ജോലി തരാം, അടുത്ത പ്രാവശ്യം തരാം, ഇങ്ങനെ പറഞ്ഞ് മോഹിപ്പിച്ച 2 പ്രാവശ്യം ആളെ മോഹിപ്പിച്ച ആളെ മാറ്റും. ഈ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, സമുദായ അംഗങ്ങൾക്ക് ഒരു ഉപകാരവും ഇദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ശാസനത്തിൽ നിന്ന് സുകുമാരൻ നായരെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഈ പ്രസ്ഥാനത്തിന് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ അഡ്മിഷൻ വേളയിൽ ഒരു മാന്യമായ പരിഗണന NSS സമുദായ അംഗത്തിന് ലഭിക്കുന്നുണ്ടോ? പിന്നെ അത് ലഭിക്കുന്നില്ല. NSS ഒരു പാവപ്പെട്ട ഒരു സമുദായ അംഗത്തിന് പിന്നെ 10% സാമ്പത്തിക സംവരണം പിന്നോക്കക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. NSSന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു അത്. ഒരാൾക്കെങ്കിലും അങ്ങനെ സുകുമാരൻ നായർ ജോലി കൊടുത്തിട്ടുണ്ടോ? 4 ചെക്ക് വാങ്ങാതെ ഒരു അപ്പോയിൻമെൻറ്റ് സുകുമാരൻ നായർ കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ലക്ഷങ്ങളാണ് കോളേജ് അധ്യാപകരുടെ, ലക്ഷങ്ങളാണ് സ്കൂളിനും കോളേജിനും വാങ്ങുന്ന ലക്ഷങ്ങളാണ്. എന്നാൽ സുകുമാരൻ നായർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഈ പറഞ്ഞ ആളുകളെ സാമ്പത്തിക പിന്നെ സംവരണം അനുസരിച്ച് സമുദായത്തിൽ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്ത ജോലിയാണ്, പൈസ വാങ്ങാതെ കൊടുത്ത ജോലിയാണെന്ന് അവരുടെ പേരൊന്ന് പബ്ലിഷ് ചെയ്യട്ടെ. ഈ പൈസ വാങ്ങുന്നു എന്ന് പറയുന്നത്, ഇത് വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണോ അതോ അൺഅക്കൗണ്ടബിൾ ആയിട്ട് പോകുന്ന കാശാണോ അതോ ചെക്കാണ് വാങ്ങുന്നത്? ഡെവലപ്മെന്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. ആ പേരിൽ വാങ്ങുന്നു. ഇത് കൈക്കൂലിയാണ്, സംശയം എന്താ കാര്യത്തിൽ. പക്ഷെ ഒരു സമുദായ അംഗത്തിനും പാവപ്പെട്ട ആൾക്കാർക്കും ഈ കൊടുത്തിട്ടില്ല. ഈ 4 ചെക്ക് കൊടുക്കാൻ പറ്റാത്ത പാവങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് എനിക്കറിയാം. ഞാനൊരു കരയോഗം കഴിഞ്ഞ 10-30 വർഷമായിട്ട് കരയോഗ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. എൻ്റെ കരയോഗത്തിൽ നിന്ന് ഞാൻ പിന്നെ ശുപാർശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ജോലിക്ക് വേണ്ടി. ഏജ് ഓവർ അടുത്ത നിൽക്കുന്ന ഘട്ടത്തിൽ പോലും സ്കൂളിലേക്ക് നിയമനത്തിന് കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. അതേസമയം NSS ജോലിയുള്ളവരുടെ മക്കൾക്ക് ഇങ്ങനെ തലമുറകളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്തിടെ ഒരു മരണം, അദ്ദേഹത്തിൻ്റെ ആരുടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ശ്രീ സുകുമാരൻ നായരുടെ ഏതോ ഒരു ബന്ധുവിൻ്റെ മരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കളുടെ ഒരു പട്ടിക വന്നപ്പോൾ എല്ലാം ബ്രാക്കറ്റിനകത്ത് NSSലെ ഇന്ന തസ്തിക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വെച്ചിരിക്കുകയാണ്. കുടുംബത്തിന്
അദ്ദേഹത്തിൻ്റെ ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സാലറി അറിയുമോ എത്രയാണെന്ന്? വാഴപ്പള്ളിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? കൃത്യമായിട്ട് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 2 കിലോമീറ്റർ NSSൻ്റെ വണ്ടിയുണ്ട്, NSSൻ്റെ പെട്രോളുണ്ട്, NSSൻ്റെ ഡ്രൈവറുണ്ട്. ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് അദ്ദേഹം ഡെയിലി വാങ്ങുന്ന അലവൻസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 2 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു മാസം വാങ്ങിക്കുന്ന യാത്രാബത്ത എന്ന് പറയുന്നത് 90,000 രൂപയാണ്. 2 കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്യാൻ സുകുമാരൻ നായർക്ക് 90,000 രൂപയാണ് വാങ്ങുന്നത്. നിഷേധിക്കട്ടെ അദ്ദേഹം. 60,000 രൂപ അദ്ദേഹത്തിന് വേറെ അലവൻസ് ഉണ്ട്. ഇദ്ദേഹം പിന്നെ ഈ നമ്മളെ സമുദായ സ്നേഹം പഠിപ്പിക്കണം. നമ്മളൊക്കെ പോക്കറ്റിലെ പൈസ എടുത്ത് ചിലവാക്കിയിട്ടാണ് സമുദായ പ്രവർത്തനം നടത്തുന്നത്. ഇദ്ദേഹത്തിന് സമുദായ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഇദ്ദേഹം 1.5 ലക്ഷം രൂപ മാസം കള്ളത്തരത്തിലൂടെ, കാര്യം കള്ള ബില്ലാണിത്. ഇദ്ദേഹം എനിക്ക് ഇത്ര രൂപ ചിലവായി എന്ന് ബില്ലെഴുതി കൊടുത്തിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്. ഇത് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇതിന്? ഇറ്റ് ഈസ് ആൻ ഇൻകം. ചിലവാകാതെ എന്തെങ്കിലും തരത്തിൽ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഇൻകമാണ് അല്ലേ? ഇൻകമാണത്. അപ്പോൾ ഈ പെർ മന്ത് 90,000 രൂപ എൻ്റെ സമുദായത്തിൽ നിന്ന് കള്ള ബില്ല്, വ്യാജ ബില്ല് എഴുതി ഒപ്പിട്ട് വായിക്കുന്ന സുകുമാരൻ നായരാണോ നമ്മളെയൊക്കെ സമുദായ സ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? ഇതൊന്നും സാധാരണ ആളുകൾ അറിയുന്നില്ല. ഇതൊന്നും അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മകള് കോളേജിൽ പിന്നെ യോഗ്യതയില്ലാതെ ഒരു കൃത്രിമമായ മാർഗത്തിലൂടെ സർവീസിൽ കയറി റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 80,000 റുപ്പീസ് അലവൻസ്. ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ NSSൻ്റെ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ്. ദാറ്റ് ഈസ് ഡി ഫാക്ടോ പ്രസിഡന്റ്. സുകുമാരൻ നായരുടെ മോൻ വൈസ് പ്രസിഡന്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസിഡന്റിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കാം, ഗതികേട്. ഇളയ മകൻ സോഷ്യൽ മീഡിയയുടെ ഹെഡ്. ഇപ്പോൾ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ പൂച്ച ഹെഡ് ഓഫീസിൽ എലിയെ പിടിക്കാൻ വേണ്ടി അതിനൊരു അലവൻസ് കൊടുത്ത് ഹെഡ് ഓഫീസിൽ കൊണ്ടിരുത്തിയത്. അതാണ് അവസ്ഥ. മനസ്സിലായി അദ്ദേഹത്തിൻ്റെ. അതായത് അടിമുടി അഴിമതിയും കെടുകാര്യസ്ഥതയും മക്കള് മുഴുവൻ NSSൽ, അല്ലെങ്കിൽ NSSൻ്റെ അക്കൗണ്ടുള്ള ബാങ്കുകളിൽ, ധനലക്ഷ്മി ബാങ്ക് NSSൻ്റെ അക്കൗണ്ടുള്ള ബാങ്കാണ്. ഒരു മകനും മരുമകനും അവിടെയാണ്. ചെറുമക്കളൊക്കെ ഇപ്പോൾ കോടക് മഹീന്ദ്ര ബാങ്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിൽക്കുന്നു, അവിടെ ചേർന്നിരിക്കുന്നു. പിന്നെ താങ്കൾ പറഞ്ഞു ഈ പിന്നെ മൈക്രോ ഫൈനാൻസ്, അത് ധനലക്ഷ്മി ബാങ്ക് കൊടുക്കുന്ന ലോണാണ്. അത് സ്വാശ്രയ സംഘങ്ങൾ ലോൺ എടുക്കുന്നു, അതിൽ നിന്ന് 1% എക്സ്ട്രാ പലിശയും വാങ്ങുന്നുണ്ട്. ബാങ്ക് വാങ്ങിക്കുന്ന പലിശയെക്കാട്ടി 1% കൂടുതൽ മറിച്ച് ചാർജ് വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. ഈ NSSലെ പാവം സഹോദരിമാർ ഡിഫോൾട്ട് വരുത്താതെ അത് തിരിച്ചടയ്ക്കുന്നത് അവരുടെ മാന്യതയാണ്. അതിനകത്തിൽ സുകുമാരനാർക്ക് എന്താ റോള്? 1% പലിശ കൂടുതൽ വാങ്ങിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന പലിശയ്ക്ക് ഇദ്ദേഹം ഒരു കമ്മീഷനും കൂടെ അടിച്ച് മറിച്ചടിക്കുന്നു. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ചാരിറ്റി എന്ന് പറയാൻ പറ്റുമോ ഇതിന്? മനസ്സിലായി. അടിമുടി കച്ചവടമാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സമദൂര സിദ്ധാന്തമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി ശ്രീ രമേശ് ചെന്നിത്തലയാണ് വീണ്ടും മുഖ്യാതിഥിയായിട്ട്, ആദ്യം അദ്ദേഹത്തെ മുഖ്യാതിഥിയായിട്ട് പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടകനായിട്ട് വരുന്നത്. ഈ രമേശ് ചെന്നിത്തലയുമായിട്ട് സുകുമാരൻ നായർക്ക് എന്തെങ്കിലും വ്യക്തിബന്ധം, അല്ലെങ്കിൽ ഈ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും. രമേശ് ചെന്നിത്തലയുമായിട്ട് നേരത്തെ താക്കോൽ സ്ഥാനം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ആ ഏരിയയിലോട്ട് കയറിപ്പോരുതെന്ന് പറഞ്ഞാണ്. കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നെ നായരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്, ഇനി ഞാനൊരു സെക്യുലർ ക്രെഡൻഷ്യലുള്ള ആളാണ്. കാര്യം മറ്റ് സമുദായങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. കേരളത്തിൻ്റെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാളല്ല സുകുമാരൻ നായർ. സുകുമാരൻ നായർക്ക് നായർ സമുദായത്തിൻ്റെ തന്നെ അംഗീകാരമില്ല, പിന്നെ പൊതുസമൂഹത്തിൻ്റെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ സുകുമാരൻ നായർ ആള് എന്നുള്ളത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് അകലം പാലിച്ചു. അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പുറത്ത് നിർത്തി പറയാത്ത, അദ്ദേഹം പറയുന്ന അസഭ്യ ഭാഷകൾ ഉപയോഗിക്കും. ആർക്കെതിരെയും വളരെ മോശമായ പദപ്രയോഗം നടത്തുക. ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അസഭ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭരണമാറ്റം ചിലപ്പോൾ ഇനി 2026 ഒരു പിന്നെ ഭരണമാറ്റം അദ്ദേഹം കാണുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് മുൻകൂട്ടി ആ സമയത്ത് ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതിനുവേണ്ടി ഇപ്പം ഞാനാണ് പിന്നെ അടുത്ത മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എൻ്റെ ഇതിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്പോൺസർ ചെയ്തിട്ട് അത് ഇദ്ദേഹം ഈ ഉദ്ഘാടകനായിട്ടും ഒക്കെ വിളിക്കുന്നത്. പക്ഷെ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അനുഭവം, പഴയകാല അനുഭവം. കാര്യം ഇദ്ദേഹത്തിൻ്റെ വാർഡിൽ, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനെ എല്ലാവർക്കും അറിയാം, അയാൾ പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പൊളിറ്റീക്സാണ്. ഇദ്ദേഹത്തിൻ്റെ വാർഡിൽ ജയിക്കുന്നത് BJP ആണ്. ഇദ്ദേഹം തലകുത്തി നിന്ന് എതിർത്തിട്ടും അവിടെ സ്ഥിരമായിട്ട് ജയിക്കുന്നത് BJP ആണ്.
അപ്പോൾ സ്വന്തം വാർഡിൽ പോലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിവില്ലാത്ത സുകുമാരൻ നായരാണ് കേരളത്തിലെ UDF-നെ അധികാരത്തിൽ കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തിൻ്റെ ഒരു സാമാന്യമുള്ള ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ NSSലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഇപ്പം ഇതിപ്പോൾ ജയന്തി ആഘോഷ വേളയാണ്. ജയന്തി ആഘോഷം നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ. അതിനുശേഷം നമുക്ക് തുടർ ചർച്ചകളാകാം.